ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. നല്ല നാടൻ രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ട് കൂന്തൽ റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. ഈ കൂന്തലിന് ചില സ്ഥലങ്ങളിലൊക്കെ കണവാന്നും പറയും. അപ്പോൾ കൂന്തൽ നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിതൊന്നൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂന്തലിൽ അധികം ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂന്തലിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. കഴുകിയിട്ട് നല്ലപോലെ വെള്ളം ഊറ്റിയെടുത്തിട്ടാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ കൂന്തൽ വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളക് 2ആയി കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വരുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളൊക്കെ വഴന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഒരു വിസിൽ അടിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചതാണ്. ഇപ്പോൾ അതിലത്തെ എയറൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമ്മുടെ കൂന്തൽ വെന്തോന്ന് നോക്കാം. ഇതാ അപ്പോൾ നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് കൂന്തൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്ന് ഇഷ്ടംപോലെ വെള്ളം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ വെള്ളം മുഴുവൻ കൂന്തലിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇനി നമുക്ക് ഈ വഴറ്റി വെച്ചിട്ടുള്ള സവാളക്കൂട്ടിലേക്ക് ഈ കൂന്തലൊന്ന് ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തലും അതിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമൊക്കെ കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം.
ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ വെള്ളം മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് എരിവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വേറെ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ചാറ് നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടാണ് ഇത് റോസ്റ്റ് ആക്കുന്നത്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലപോലെ തന്നെ ഒന്നുകൂടി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരു തണ്ട് കറിവേപ്പില കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ വരുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.